ഇടനാഴികളിലുള്ള പ്രതിസന്ധികളെ എല്ലാം മറികടന്ന് അവർ രാജാവിന്റെ മുറിയിലെത്തി. ചന്ദ്രപ്രകാശം മുറിയിലേക്ക് വീശുന്നു. രാമു നിശബ്ദമായി അകത്ത് കടന്നു. പെഗസസ് പുറത്തു കാത്തുനിന്നു. പെഗസസ് പറയുന്നു, രാമു, ഇതാണ് രാജാവിന്റെ മുറി. ദീപം കൊളുത്തിയാൽ എല്ലാ കാര്യങ്ങളും ശുഭമായി തീരും. രാമു പറയുന്നു, ഞാൻ തയ്യാറാണ് പെഗസസ്. രാജാവിനെ രക്ഷിക്കാൻ ഞാൻ വാക്ക് കൊടുക്കുന്നു. രാമു അങ്ങനെ ദീപം കൊളുത്താൻ ശ്രമിച്ചു. പക്ഷേ ദീപം കൊളുത്താൻ പറ്റുന്നില്ല. അപ്പോൾ വവ്വാൽ പറഞ്ഞു, അവിടെ അതാ ഒരു മാന്ത്രിക പുസ്തകം ഇരിപ്പുണ്ട്. ആ പുസ്തകം എടുത്ത് അതിലെ മന്ത്രങ്ങൾ എഴുതാൻ മാത്രമേ നമുക്ക് ദീപം കൊളുത്താൻ സാധിക്കുകയുള്ളൂ. ആ ദീപത്തിൽ നിന്ന് മാത്രമേ രാജാവിനെ നമുക്ക് നിർത്താൻ സാധിക്കുകയുള്ളൂ. ദീപം കൊളുത്തുന്നതിന് മുമ്പ് ധാരാളം മന്ത്രങ്ങൾ ചൊല്ലേണ്ടതായുണ്ട്. ആ മന്ത്രങ്ങൾ ചൊല്ലണമെങ്കിൽ ആ മാന്ത്രിക പുസ്തകം എടുക്കണം. രാമു ആ പുസ്തകം അതീവ സാഹസപ്പെട്ട് എടുത്ത് അതിലെ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അതിലെ മന്ത്രങ്ങളുടെ ശക്തിയാൽ രാമുവിന് പ്രത്യേകമായ ശക്തി അവനിലേക്ക് ലഭിച്ചു. അവൻ ആ ദീപങ്ങൾ കൊളുത്താൻ ആരംഭിച്ചു. രാമു ദീപങ്ങൾ കൊളുത്തി തുടങ്ങിയപ്പോഴേക്കും രാജാവിന് ഓർമ്മ തിരിച്ചു കിട്ടുകയും രാജാവ് മഹാനിദ്രയിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. അപകടം മണത്ത മന്ത്രവാദി ഇടനാഴികൾ താണ്ടി ആ മുറിയിലേക്ക് വന്നു. നീ കെട്ടുപൊട്ടിച്ച് എന്റെ അടുത്തേക്ക് വീണ്ടും വന്നുപോ. നിന്റെ രാജാവിനെ രക്ഷിക്കാനാണോ നിന്റെ ഉദ്ദേശം? നീ എങ്ങനെ ശ്രമിച്ചാലും നിന്റെ മഹാരാജാവിനെ മഹാനിദ്രയിൽ നിന്നും ഉണർത്താൻ സാധിക്കുകയില്ല. നീ പീക്രി പയ്യനെയും കൊണ്ട് എന്റെ അടുക്കളേക്ക് വന്നത് യുദ്ധം ചെയ്യാനാണോ? ജീവൻ വേണമെങ്കിൽ ഈ പീക്രി പയ്യനുമായിട്ട് പെഗസസും വവ്വാലും പുറത്തു കിടക്കൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് മന്ത്രവാദി പറഞ്ഞു. രാമു മന്ത്രവാദിയോട് മറുപടി പറഞ്ഞു, ധൈര്യമുള്ള ഹൃദയം ഏതു മന്ത്രശക്തിയെക്കാളും വലുതാണ്. ഓഹോ, അതിപ്പോ തന്നെ തെളിയിക്കാം. മന്ത്രവാദി മറുപടി പറഞ്ഞു. മന്ത്രവാദി തണ്ടുയർത്തി മന്ത്രം ചൊല്ലാൻ തുടങ്ങി യുദ്ധം ആരംഭിച്ചു. വവ്വാൽ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, രാമു, മന്ത്രവാദിയുടെ തെഞ്ചൊടിക്കാനുള്ള അവസരം വിട്ടുകളയരുത്. അതുവെച്ചാൽ മാത്രമേ അവനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. മന്ത്രവാദിയുടെ കൈകളിൽ നിന്ന് തീഗോളങ്ങളും മറ്റു മന്ത്രോച്ചാരണങ്ങളോടുകൂടിയ ആയുധങ്ങളും പുറപ്പെടുന്നു. രാമു ആ മാന്ത്രിക താക്കോൽ ഉപയോഗിച്ച് മന്ത്രവാദിയെ എതിരിടുന്നു. പെഗാസസും വവ്വാലും രാമുവിന്റെ പുറകിൽ നിന്നുകൊണ്ട് അവന് വിദ്യകൾ പറഞ്ഞു കൊടുക്കുന്നു. അവൻ അതനുസരിച്ച് വിദ്യകൾ പ്രയോഗിക്കുകയും മന്ത്രവാദിയെ ഉന്മൂലനം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കപ്പെടുകയും ചെയ്തു. രാമു, നിന്റെ മന്ത്രങ്ങൾ ബലഹീനമാണ്. ശുദ്ധഹൃദയത്തിൽ നിന്നുള്ള മന്ത്രങ്ങൾ ഒരിക്കലും ബലഹീനമാവില്ല മന്ത്രവാദി. രാമു, ഈ യുദ്ധം നീ നിർത്തുന്നതാണ് നല്ലത്. ഒരിക്കലും നീ യുദ്ധത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. ഞാൻ ഇരുട്ടിന്റെ രാജാവാണ്. നീ എന്നെ തോൽപ്പിച്ചാലും നീ എന്നെ വധിച്ചാലും എന്റെ ശാപം നിന്റെ 7 തലമുറ നിലനിൽക്കും. അതിലൊന്നും ഞാൻ ഭയപ്പെടുന്നില്ല മന്ത്രവാദി. ഇരുട്ട് എത്ര ശക്തമായാലും ഒരു തീപ്പൊരി മതിയാകും അതിനെ ഒരുക്കിയെടുക്കാൻ. നിന്റെ മന്ത്രം ഇന്ന് അവസാനിക്കുന്നു. മനുഷ്യത്വത്തിന്റെ വെളിച്ചം മുന്നിലേക്ക് വരുന്നു. ഘോരാഘോരമായ യുദ്ധം നടക്കുകയും രാമുവും മന്ത്രവാദിയും തമ്മിൽ ധാരാളം ആയുധങ്ങളും ശക്തികളും പ്രയോഗിക്കപ്പെടുകയും ചെയ്തു. രാമു ഒടുവിൽ മന്ത്രവാദിയുടെ മാന്ത്രിക ദണ്ഡ് തട്ടിയെടുത്തു. മാന്ത്രിക ദണ്ഡ് ഒടിക്കുമ്പോൾ മന്ത്രവാദിയുടെ ശക്തി ക്ഷയിച്ച് അവൻ വിരൂപനായി മരണത്തിന് കീഴടങ്ങുന്നു. അയ്യോ രാമു, എനിക്ക് വയ്യ. എന്റെ ശക്തികളെല്ലാം ക്ഷയിക്കുന്നു. ഞാൻ മരണത്തിന് കീഴടങ്ങുന്നു. എന്നെ രക്ഷിക്കൂ രാമു, എന്നെ രക്ഷിക്കൂ. രാജാവ് അഭിനന്ദിക്കുന്നു. മാന്ത്രിക പുസ്തകത്തിലുള്ള മന്ത്രങ്ങൾ ഉരുവിട്ട് വവ്വാലിന്റെ രൂപം മാറ്റി പഴയ സുധർമ്മൻ എന്ന മന്ത്രിയുടെ രൂപത്തിലേക്കാക്കി മാറ്റുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് രാമു തന്റെ കുടുംബത്തിന്റെയും അമ്മയുടെയും കാര്യങ്ങൾ ഓർക്കുന്നത്. തനിക്ക് തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നും തന്റെ അമ്മയെ കാണണമെന്നും ആ പഴയ കിണറിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടെത്തിക്കാൻ രാമു ആവശ്യപ്പെടുന്നു. പെഗാസസ് ഉടൻ തന്നെ രാമുവുമായി തിരിച്ചു പുറപ്പെട്ട് രാമുവിനെ കിണറിനടുക്കൽ എത്തിക്കുന്നു. കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.